ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ശനിദശയിൽ ജനിച്ച പൂയം, അനിഴം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളുടെ ദശാകാലമനുസരിച്ചുള്ള സാമാന്യ ഫലങ്ങളാണ്. ശനിദശ നമ്മൾ 19 വർഷമെന്നാണ് കണക്ക് കൂട്ടുന്നത്. പക്ഷേ ജനനസമയം വ്യത്യാസപ്പെടുന്നതനുസരിച്ച് ഈ നക്ഷത്രക്കാരുടെ ശിഷ്ടദിശയിൽ മാറ്റം വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശനിദശ 19 വർഷം മൊത്തം കിട്ടുമെന്ന് പറയാതെ അതിൻ്റെ പകുതി കണക്ക് കൂട്ടി, അതായത് ശനിദശയുടെ പകുതിയായ 19ൻ്റെ പകുതി 9.5 എന്ന് കണക്ക് കൂട്ടി ശിഷ്ടദശയായിട്ട് കണക്ക് കൂട്ടി സാമാന്യ ഫലം പറയാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ദശയിൽ ജനിച്ച കുട്ടികൾ, അതായത് ശനിദശയിൽ ജനിച്ച കുട്ടികൾ, അതായത് 9.5 വയസ്സ് വരെയുള്ള കുട്ടികൾ, അവർക്ക് പൊതുവെ ബാലാരിഷ്ടതകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് വിട്ടുമാറാത്ത എന്തെങ്കിലും ശ്വാസകോശ രോഗങ്ങളോ ചെറിയ ചെറിയ ത്വക്ക് രോഗങ്ങളോ മുറിവ്, ചതവ് അങ്ങനെയൊക്കെ ഇവർക്ക് ഉണ്ടായേക്കാം. മൊത്തത്തിൽ ഇവരുടെ ചെറിയ കാലഘട്ടത്തിലെ ജീവിതം കുറേയൊക്കെ ദുരിതപൂർണമായിരിക്കും. മാതാപിതാക്കളുടെ വളരെ ശ്രദ്ധ വേണ്ടി വരുന്ന ഒരു അവസ്ഥയും കൂടിയായിരിക്കും. പിന്നീട് വരുന്നത് 17 വർഷം ബുധദശയാണ്. അതായത് 17, 9, 26 വയസ്സ് വരെ കണക്കാക്കാം. ബുധദശയായിരിക്കും എന്ന് കണക്കാക്കാം. ഈ കാലഘട്ടത്തിൽ ഇവരുടെ പഠനകാര്യങ്ങളൊക്കെ മെച്ചപ്പെടും. അത് കുറച്ച് പേർക്കൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗമുണ്ട്. ചിലപ്പോൾ ഇടയ്ക്ക് ചെറിയ തടസ്സങ്ങളൊക്കെ വന്നു വിട്ടേക്കാം. വിദേശത്ത് പഠനത്തിന് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. മെച്ചപ്പെട്ട പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ചേരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഈ കാലഘട്ടത്തിൽ നല്ല രീതിയിൽ തന്നെ കടന്നു പോകും. അതല്ല, ഇതെല്ലാം കഴിഞ്ഞിട്ട് വിവിധതരം തൊഴിലുകളിൽ ഏർപ്പെട്ട് ധനം സമ്പാദിക്കാനുണ്ട് സാധ്യതയൊക്കെ ഉണ്ട്. പിന്നെ ചിലരൊക്കെ താൽക്കാലിക ജോലികളിലൊക്കെ കയറിപ്പറ്റി അതിൽ നിന്ന് അത്യാവശ്യം പണം സമ്പാദിക്കും. ചിലപ്പോൾ കാലക്രമേണ താൽക്കാലിക ജോലികളൊക്കെ സ്ഥിരപ്പെട്ട് അവർക്ക് സാധ്യതയുണ്ട്. അതുപോലെ ബിസിനസ് രംഗത്തുള്ളവർക്കും റിയൽ എസ്റ്റേറ്റ് ഇതിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഒരു നല്ല രീതിയിലൊക്കെ പണം കിട്ടും. വിവാഹം നടത്താൻ ഉദ്ദേശിക്കുന്നവർ, ആലോചിക്കുന്നവർക്കൊക്കെ വിവാഹമൊക്കെ നടത്താൻ പറ്റിയ സമയമാണ്. പിന്നീട് വരുന്ന 7 വർഷം കേതുർദശയാണ്. അതായത് 33.5 വയസ്സ് വരെ. ഈ കാലഘട്ടം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ആദ്യം ചേരുന്ന തൊഴിലൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. ചിലപ്പോൾ അതിലും മോശപ്പെട്ട തൊഴിലായിരിക്കും ചെയ്യേണ്ടി വരുന്നത്. എങ്കിൽ പോലും ജീവസന്ധാരണത്തിന് ആവശ്യമായ പണം കിട്ടുന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. അതുപോലെ കഷ്ടപ്പെടുകയൊന്നുമില്ല. എങ്കിൽ പോലും ചിലപ്പോൾ ചെറിയ ചെറിയ താഴ്ചകളും ഒക്കെ വന്നു പെട്ടേക്കാം. ധനകാര്യങ്ങളിലൊക്കെ ചെറിയ തടസ്സങ്ങൾ, ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു വിട്ടേക്കാം. അതുപോലെ രോഗദുരിതങ്ങൾ വന്നു വിട്ടേക്കാം. ശസ്ത്രക്രിയയൊക്കെ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. അപ്പം അങ്ങനെ വഴി ചില സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വന്നു വിട്ടേക്കാം. അങ്ങനെയൊക്കെ വന്ന് ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ കാലഘട്ടത്തിൽ നടന്നേക്കാം. എന്നാൽ വിവാഹം നടക്കാനോ അല്ലെങ്കിൽ ഒരു വീട് നിർമ്മിക്കാനോ ഒന്നും ഇതിന് തടസ്സമില്ല. അതൊക്കെ നടന്നു പോകും. അതൊക്കെ ആലോചിച്ചാൽ അതിൻ്റെ നടന്നു പോകും. അതിനൊക്കെ ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ വന്നു വിട്ടേക്കാം. എങ്കിൽ പോലും അതെല്ലാം തരണം ചെയ്ത് ഇവരുടെയൊക്കെ വിവാഹങ്ങളൊക്കെ നടന്നു പോകും. പിന്നെ വരുന്ന 20 വർഷം ശുക്രദശയാണ്. അതായത് 53.5 വയസ്സ് വരെ. ഈ കാലഘട്ടത്തിൽ ഇവർക്ക് നേരത്തെ നഷ്ടപ്പെട്ട ജോലിയൊക്കെ തിരികെ ലഭിച്ചേക്കാം. ചിലപ്പോൾ അതിലും മെച്ചപ്പെട്ട ജോലി ലഭിക്കും. ആ നഷ്ടപ്പെട്ട ജോലിയുടെ ഇരട്ടി വരുമാനമുള്ള ജോലിയായിരിക്കും ചിലപ്പോൾ ആ സമയത്ത് കിട്ടണേ. അതുപോലെ തന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞ് തൊഴിൽ വേറെ വിദേശത്തൊക്കെ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നവർ ഉറപ്പായിട്ടും ഈ കാലഘട്ടത്തിൽ വിദേശ ജോലിയൊക്കെ തീർച്ചയായിട്ടും ലഭിക്കും. ജോലിയിലിരിക്കുന്നവർക്ക് പ്രമോഷൻ കിട്ടും. ഉന്നതാധികാരികളുടെയൊക്കെ പ്രീതി കിട്ടും. സർക്കാരിൽ ധനം കിട്ടും. അങ്ങനെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ഇവർക്ക് ധനം കിട്ടാനുള്ളൊരു അവസ്ഥ കൂടിയുണ്ട്. ഇപ്പം അവരുടെ പുതിയ വാഹനം വാങ്ങും. പഴയതല്ല, പുതിയ വാഹനം തന്നെ വാങ്ങും. പഴയ വീടല്ല, പുതിയ വീട് തന്നെ മേടിക്കും. അല്ലെങ്കിൽ പുതിയ ആഡംബര വീടുകൾ നിർമ്മിക്കും. അതുപോലെ തന്നെ സ്ഥലങ്ങളൊക്കെ മേടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അവർക്ക് അപ്രതീക്ഷിതമായിട്ട് ധനമൊക്കെ വന്നു വിടാം. ചിട്ടിയൊക്കെ കിട്ടിയേക്കാം. വലിയ വലിയ ചിട്ടികളൊക്കെ കിട്ടിയേക്കാം. പിന്നെ പൂർവ്വീയ സ്വത്തുക്കൾ ഒക്കെ കിട്ടും.
അതുപോലെ തന്നെ ഐശ്വര്യവും സമാധാനവും വീട്ടിലുണ്ടാകും. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. സന്താനങ്ങൾക്ക് ജോലി കിട്ടും. സന്താനങ്ങളുടെ വിവാഹം നടക്കും. ബിസിനസ്സുകാർക്കാണെങ്കിൽ അവരുടെ ബിസിനസ്സൊക്കെ വളരെ നല്ല രീതിയിൽ മെച്ചപ്പെടും. എല്ലാ രീതിയിലും അവർക്ക് ബിസിനസ് മെച്ചപ്പെടുന്നതനുസരിച്ച് അതിൽ ഉയർന്ന വരുമാനം ലഭിക്കും. ബിസിനസ്സൊക്കെ വിപുലമാക്കും. അതുപോലെ തന്നെ ഈ ഫാക്ടറി, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് അങ്ങനെയൊക്കെ നടത്തുന്നവർക്കൊക്കെ ഇത് മെച്ചപ്പെട്ട കാലമാണ്. എല്ലാ രീതിയിലും എല്ലാ സ്ഥലത്തും ഇവർക്ക് വേണ്ട രീതിയിൽ നല്ല രീതിയിൽ ധനം വന്നു ചേരും. തുടർന്ന് 6 വർഷം സൂര്യദശയാണ്, അതായത് 59 ദിവസം. ഈ കാലഘട്ടം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിലൊന്നും പ്രതിസന്ധി ഉണ്ടാവില്ല എന്ന് വെച്ചാൽ കാര്യമായ കുഴപ്പങ്ങൾ വരില്ല. ബിസിനസ് രംഗത്തുള്ളവർക്ക് പ്രതീക്ഷിച്ച പോലെ ധനം വന്ന് വെട്ടോളുന്നില്ല. ചെറിയ മാന്ദ്യങ്ങളൊക്കെ വന്ന് വിട്ടേക്കാം. ബിസിനസ് മോശം വരുമെന്നല്ല, ചെറിയ ചെറിയ ദോഷങ്ങൾ, പ്രതീക്ഷിച്ച ധനം കിട്ടില്ല. ഇപ്പൊ 100 പ്രതീക്ഷിക്കുന്നിടത്ത് ചിലപ്പോൾ ഒരു 70 കിട്ടുള്ളൂ. അതുപോലൊക്കെ ചെറിയ ചെറിയ താഴ്ചകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആരോഗ്യപരമായിട്ട് കുറേയൊക്കെ മോശം കാലാവസ്ഥയായിരിക്കും ഈ കാലഘട്ടം. രോഗപീഠകളും ആശുപത്രി വാസവും ഒക്കെ വന്നേക്കാം. അടുത്ത ബന്ധുക്കളുടെ വിയോഗമൊക്കെ ഉണ്ടാകാനുള്ള ഒരു കാലഘട്ടം കൂടിയാണിത്. പിന്നെ വരുന്നത് ചന്ദ്രദശയാണ്. അത് 10 വർഷമാണ് ചന്ദ്രദശ, അതായത് 69 വയസ്സ് വരെ. ഈ കാലഘട്ടങ്ങളിലെ രോഗങ്ങൾക്കൊക്കെ ശമനം ഉണ്ടാകും. സന്താനങ്ങളൊക്കെ അടുത്തു വരാനുള്ള സാധ്യതയുണ്ട്. സമയത്തൊക്കെ വന്ന് താമസിക്കാം. ചിലപ്പോൾ ചില സന്താനങ്ങളുടെയൊക്കെ കൂടെ വിദേശത്തോ അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലുമൊക്കെ പോയി മാറി താമസം, അതായത് വീട് വിട്ട് താമസിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നേക്കാം. എന്നാലും കുഴപ്പമില്ല. എങ്കിൽ പോലും മൊത്തത്തിൽ ഒരു ഏകാന്തത പോലെ, ഒരു ഒറ്റപ്പെട്ട പോലെ ഒരു മാനസികാവസ്ഥ ഈ കാലഘട്ടത്തിലും വന്നു വിട്ടേക്കാം. പിന്നീട് 7 വർഷം ചൊവ്വാദശയാണ്, അതായത് 76 വയസ്സ് വരെ. ഈ കാലഘട്ടത്തിൽ സഹോദരങ്ങളുടെ വേർപാട് ഉണ്ടായേക്കാം. ആരോഗ്യകാര്യങ്ങൾ കുറച്ചുകൂടി മോശമായിട്ട് വരും. മാനസികമായിട്ടൊക്കെ ഈ ആരോഗ്യകാരണങ്ങൾ മോശമായിട്ട് മാനസികമായിട്ട് നമുക്കൊരു മാനസികമായിട്ടൊരു മനസ്സുക്കുറവൊക്കെ ഉണ്ടായേക്കാം. മൊത്തത്തില് ഒരു വലിയ ഗുണപരമായ കാലഘട്ടമായിരിക്കില്ല. തുടർന്ന് 18 വർഷക്കാലം രാഹുർദശയാണ്. ഈ കാലഘട്ടത്തില് കാര്യങ്ങള് കുറച്ചുകൂടി മെച്ചമായിരിക്കും. രോഗങ്ങളുടെ കാര്യങ്ങളിലൊക്കെ കുറച്ചൊക്കെ ഉണ്ടാകും. എന്നാൽ സന്താനങ്ങളുടെ ഭാഗത്തുനിന്നും ചിലപ്പോൾ ചെറിയ നോട്ടക്കുറവുകളൊക്കെ വന്നു വിട്ടേക്കാം. സന്താനങ്ങൾക്ക് പകരം വേറെ ഏതെങ്കിലുമൊക്കെ ബന്ധുജനങ്ങളെയൊക്കെ ആശ്രയിക്കേണ്ടി വന്നേക്കാം. സാമ്പത്തിക കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് ഇല്ല എങ്കിൽ പോലും സഹായത്തിന് ആളെയൊക്കെ ചില അവസരങ്ങളിലൊക്കെ കിട്ടാത്ത അങ്ങനെ ഒരവസ്ഥയൊക്കെ വന്നു കിട്ടേക്കാം. അപ്പോൾ ഇതാണ് രാഹുർദശാകാലത്തെ പൊതുവായത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്തേ.